ഇതാകുമ്പോൾ ഒന്നാ ഹായ് ഫ്രണ്ട്, നമ്മളിന്ന് ഒരു ചെറിയ ബോട്ട് സവാരി നടത്താൻ പോകണം. എവിടെയാണെന്ന് വെച്ചാൽ സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ താന്നൂർ തൂവത്തീരം. നല്ല ഓർമ്മ ഉണ്ടാവും എല്ലാവർക്കും. 10-20 ആൾക്കാർ മരിച്ച് ബോട്ട് മറിഞ്ഞിട്ട് മരിച്ച ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ വീണ്ടും ഒരു ബോട്ട് സവാരി നടത്താൻ കുറച്ചൊക്കെ ധൈര്യമാണ്. ഇത് വലിയ ബോട്ടല്ല, ചെറിയൊരു 6 പേരിൽ സഞ്ചരിക്കാവുന്ന ലൈഫ് ജാക്കറ്റൊക്കെ ധരിക്കൽ നിർബന്ധമാക്കിയിട്ടുള്ളത്. ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബോട്ടിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അന്ന് മറിഞ്ഞ ബോട്ട് 20 ആൾക്കാർ ബോട്ട് മറിഞ്ഞ് 10-20 ആൾക്കാർ മരിക്കാനിടയായ ഒരു ബോട്ടുണ്ട് അവിടെ. ആ ബോട്ടൊന്ന് കാണുക എന്നുള്ള ഉദ്ദേശമാണ്. കുറച്ച് ദൂരത്ത്, കുറച്ച് ഇതിൻ്റെയൊക്കെ നടുവിലാണ് അത് കിടക്കണത്. അപ്പോൾ അതൊന്ന് കാണാം. പിന്നെ ഇവിടുത്തെ ബോട്ട് സവാരി എങ്ങനെയുണ്ട്, ആസ്വദിക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ അതിന് ഇവർ ചാർജ് ഈടാക്കണത് 100 രൂപയാണ്. 100 രൂപക്ക് ചെറിയ ഒരു ദൂരം മാത്രമേ പോകുന്നുള്ളൂ. അത് ഭയങ്കര നഷ്ടമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ സവാരി കഴിഞ്ഞതിന് ശേഷം അവരോട് പറഞ്ഞു, 100 രൂപക്കുള്ള യാത്ര ഇല്ല, നിങ്ങൾ കുറച്ചുകൂടെ ദൂരം കൂട്ടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം അവർ ശരിയാക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഞങ്ങൾ ആരംഭിച്ചിട്ടുള്ളൂ. ഇപ്പോൾ അന്നത്തെ അപകടത്തിന് ശേഷം ആരംഭിച്ചിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് റിസ്കുകളുണ്ട് ഇങ്ങനെ പോകാൻ. ഇപ്പോൾ പോണ പോക്കിൽ തന്നെ ബോട്ട് ഇതിൻ്റെ ഈ പുഴയുടെ നടുവിൽ വെച്ചിട്ട് ഓഫായത് അയാളെ നന്നാക്കുന്ന എഞ്ചിന്. അപ്പോൾ കുറച്ച് നേരം അവിടെ സ്റ്റക്കായി. അത് തുടക്കത്തിൽ തന്നെ ചെറിയൊരു ബ്ലോക്ക് വന്നിട്ട്, എഞ്ചിനിൽ ചെറിയ ബ്ലോക്ക് വന്നിട്ട് ഓഫായിട്ട് കടലിലേക്ക് ഒഴുകി പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് ബോട്ടിന്. അപ്പോൾ അത് ചെറിയ ആങ്കർ ഇട്ടിട്ട് പിന്നെ വണ്ടി നിർത്തി എഞ്ചിന് റീസ്റ്റാർട്ട് ചെയ്തിട്ടാണ് പിന്നെ പോണത്. വീണ്ടും ഓഫായതാണ്. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ എത്തിയിട്ട് ആ ബോട്ട്, മറിഞ്ഞ ബോട്ട് അവിടെ ആ തെങ്ങിൻ്റെ തോട്ടത്തിൽ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ അവിടെ ആ തെങ്ങിൻ തോട്ടത്തിൽ കാണുന്ന ആ ബോട്ടാണ് മറിഞ്ഞിട്ട് 20 പേര് മരിക്കാനിടയായ സംഭവങ്ങളുണ്ടായത്. ഒരു മുൻകരുതലും ഇല്ലാതെയാണ് അന്ന് ആ ബോട്ട് സർവീസ് നടത്തിയത്. ഒരുപാട് പേരുടെ ജീവനം നഷ്ടപ്പെടാൻ ഇടയായി. ഈ ബോട്ട് കാണിച്ച് തരിക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ തോന്നണേ. അവിടെ എത്തിയപ്പോൾ ആ ബോട്ട് കാണിച്ച് തന്നിട്ട് കുറച്ച് ഇത്തിരി മുന്നോട്ട് പോയിക്കാണ്ട് വളച്ച് തിരിച്ച് കൊണ്ടുവന്നാക്കി. ആ വളക്കലൊക്കെ ഭയങ്കര സംഭവമായിട്ടാണ്. ഒന്ന് ഡൈവ് നല്ലോണം തിരിച്ച് വളച്ചിട്ടാണ്. ഈ ബോട്ട് സർവീസ് ആരംഭിക്കുന്നത് നമ്മളെ താന്നൂർ പാലത്തിൻ്റെ ചോട്ടിലാണ്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല, നല്ല ഭംഗിയുള്ള ഏരിയ ആണ്. കുറച്ചുകൂടെ ദൂരം പോയാൽ ഒന്നുകൂടെ നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഒരുപാട് ദൂരമുണ്ട് അങ്ങോട്ട്. കുറച്ച് ഇതിൻ്റെ സെൻറ്ററിൽ മാത്രമേ പോയിട്ടുള്ളൂ. ആ ബോട്ടിൻ്റെ മറിഞ്ഞു കിടക്കുന്ന ബോട്ടിൻ്റെ ഭാഗത്ത് മാത്രമേ പോയിട്ടുള്ളൂ. അങ്ങോട്ടും ദൂരം, കുറച്ച് ദൂരമൊന്നും പോയില്ല. അപ്പോൾ താന്നൂർ ബോട്ട് സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. തൂവത്തീരത്ത് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് യാത്ര ചെയ്യാം. കുറച്ച് പേടിയൊക്കെ ഉണ്ടാവും, മറിഞ്ഞു കിടക്കുന്ന ബോട്ട് കാണുമ്പോൾ കുറച്ച് പേടിയൊക്കെ ഉണ്ടാവും. ഞാനും കുറച്ച് പേടിച്ചിട്ട് തന്നെയാണ് കയറിയത്. കാരണം 1-2 ആളല്ല അന്ന് മരിച്ചത്. 20-ന് മേലാണ് മരിച്ചിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, നല്ല യാത്രയാണ്. 100 രൂപക്കുള്ള യാത്ര ഒന്നുമില്ല. അപ്പോൾ 100 രൂപ കൊടുത്താൽ കുറച്ചുകൂടെ ദൂരം പോകണമെന്ന് അവരോട് പറയാം. അപ്പോൾ ഇവർ ഇവിടെ നിന്ന് തിരിക്കാൻ പോവാം. വണ്ടി തിരിച്ചിട്ട് നമ്മൾ കയറ്റിയ പാലത്തിൻ്റെ ചുവട്ടിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങോട്ട് തന്നെ തിരിച്ച് പോകണം. ഒരുപാട് ദൂരം ഇനി അങ്ങോട്ടുണ്ട്. പക്ഷേ അതൊന്നും അവർ അനുഭവിക്കില്ല. പെർമിഷൻ ഇല്ലാണ്ടാവും. ചെറിയ 100 രൂപ
ബോട്ടിൽ യാത്ര ആയിട്ടില്ല. അപ്പോൾ നമ്മളെ ബോട്ട് യാത്ര ഇവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. കുറച്ചുകൂടെ പാലത്തിൻ്റെ ചോട്ടിലൂടെ കുറച്ച് കടലിലേക്ക് പോയിട്ട് അവിടെ നിന്ന് തിരിച്ചിട്ട് പിന്നെ ഇവിടെ വന്ന് പാലത്തിൻ്റെ ചോട്ടിൽ തന്നെ വന്നിട്ട് നിർത്തുകയാണ്. അപ്പോൾ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും യാത്ര ചെയ്യുക. നല്ല വൈബാണ്, കുഴപ്പമൊന്നുമില്ല. വീഡിയോക്കെ മാറ്റുക. ഓക്കെ, ഒന്ന് തിരിച്ചിട്ടുണ്ട്. ഇത്തിരി കടലിലേക്ക് ഇത്തിരി പോയിട്ടാണ് തിരിക്കേണ്ട. ഒരുപാട് അങ്ങോട്ട് പോകണമെന്നില്ല. കടലിൻ്റെ വക്കിൽ ചെന്നിട്ട് ഇത്തിരി അടുത്ത് ചെന്നിട്ടാണ് ബോട്ട് തിരിച്ചത്. അപ്പോൾ ഇവിടെ നിർത്താനുള്ള പരിപാടിയാണ്. അപ്പോൾ ആഗ്രഹിക്കുന്ന എല്ലാവരും യാത്ര ചെയ്യുക. ഓക്കെ.